വീടിൻ്റെ ഓരോ ദിക്കുകൾക്കും എത്രയധികം പ്രാധാന്യമുണ്ടോ അത്രയും തന്നെ പ്രാധാന്യമുള്ളതാണ് ആ വീടിൻ്റെ ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മസ്ഥാനം എന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിയില്ല. എന്താ ബ്രഹ്മസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു വീട് ആണെന്ന് കരുതുക. ഈ വീടിൻ്റെ സെൻട്രൽ പോയിന്റ്, അതായത് ഇവിടെ നിന്ന് ഒരു ചരട് വലിക്കുമ്പോഴും ഇവിടെ നിന്ന് ഒരു ചരട് വലിക്കുമ്പോഴും കിട്ടുന്ന ആ ഒരു കറക്റ്റ് പോയിന്റ്, ഇതിനെയാണ് ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത്. ഈ ബ്രഹ്മസ്ഥാനം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീടിന്റെ ചില തെറ്റായ പ്ലാനിങ്ങുകൾ മൂലം, അതായത് തെറ്റായ രീതിയിൽ പ്ലാൻ വരച്ച് വീട് വെക്കുന്നത് മൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ വീടുകളിൽ വരുന്നുണ്ട്. ഇവിടെ വന്നുകൂടാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ ഈ വീടിന്റെ ഈ സെൻട്രൽ പോർഷനിലായിട്ട് ഒരു ടോയ്ലറ്റ് പാടില്ല. എന്നാൽ ചോദിക്കും, അങ്ങനെ ആരെങ്കിലും വീടിന്റെ മധ്യത്തുണ്ട് ടോയ്ലറ്റ് വെക്കുമെന്ന്? ഉള്ള ഒരുപാട് വീടുകളുണ്ട്, ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ടോയ്ലറ്റ് പാടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെങ്ഷുയിൽ പറയുന്നു, വീടിന്റെ ഓരോ ദിക്കുകളും ഓരോ വ്യക്തികളെയും ഓരോ സൗഭാഗ്യങ്ങളെയും സൂചിപ്പിക്കുകയാണെങ്കിൽ വീടിന്റെ സെൻട്രൽ ഭാഗം എന്ന് പറയുന്നത് ഓൾ ഫാമിലി, അതായത് കുടുംബാംഗങ്ങൾ മൊത്തത്തിലുള്ള ഒരു ഏരിയ ആയിട്ടാണ് സെൻട്രൽ ഭാഗത്തെ കണക്കാക്കുന്നത്. അപ്പോൾ വീടിന്റെ സെൻട്രൽ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു ടോയ്ലറ്റ് ഉള്ള വീടുകളെ സംബന്ധിച്ചിടത്തോളം കുടുംബാംഗങ്ങൾ പരസ്പരം കലഹത്തിനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അവരെപ്പോഴും പരസ്പരം കലഹിച്ചുകൊണ്ടും തമ്മിൽ തല്ലിക്കൊണ്ടുമിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും സെൻട്രൽ ഭാഗത്ത് ഇത്തരത്തിലുള്ള ടോയ്ലറ്റ് പാടില്ല. അതുപോലെ തന്നെ വീടിന്റെ ഈ സെൻട്രൽ പോയിന്റിൽ നിന്ന് പടിക്കെട്ടുകൾ ആരംഭിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വീടിന്റെ കറക്റ്റ് സെൻട്രൽ പോയിന്റിൽ വന്ന് സ്റ്റെപ്പ് ഇറങ്ങി നിൽക്കും. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോയി ഈ രീതിയിൽ പോകുന്ന വീടുകളും ഉണ്ട്. നമ്മൾ ക്ലാസ്സുകളിൽ ഇപ്പോൾ ഒരു വാസ്തു ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു ഫെങ്ഷി ക്ലാസ്സുകളിലോ നമ്മൾ ഇരുന്ന് പഠിക്കുന്നതും കേൾക്കുന്നതും അല്ലാത്ത എത്രയോ വ്യത്യസ്തമായിട്ടുള്ള വീടുകളും സാഹചര്യങ്ങളും വ്യക്തികളുമാണ് നമ്മൾ പബ്ലിക്കിലേക്ക് ഇറങ്ങി പോകുമ്പോഴായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരിക്കലും നമ്മൾ വിചാരിക്കില്ല ഇങ്ങനെയും വീടുകൾ വെക്കുമെന്ന്. പക്ഷെ അത്തരത്തിലുള്ള പല പല വീടുകൾ ഉണ്ട്. അപ്പം ഈ സെൻട്രൽ ഭാഗത്ത് ഇതുപോലൊരു പടിക്കെട്ട് വരാൻ പാടില്ല. അതുപോലെ തന്നെ ഈ സെൻറ്ററിൽ ഒരു തൂണ് വരാൻ പാടില്ല. വീടിന്റെ ഒരു പില്ലർ ഈ ഭാഗത്ത് വരാൻ പാടില്ല. അപ്പം ഈ സെൻട്രൽ ഭാഗം കഴിയുന്നതും ഫ്രീ ആക്കിയിടണം. പിന്നെ ഒരുപാട് ആൾക്കാർ പഴയ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ നടുമുറ്റം വെച്ച് ചെയ്യുന്നുണ്ട്. നടുമുറ്റം വെച്ച് ചെയ്യുന്നത് കൊണ്ട് വാസ്തുപ്രകാരം കുഴപ്പമില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ മഴവെള്ളം വീഴും. മഴവെള്ളം വീഴുമ്പോഴത്തേക്ക് ഇവിടെ നിന്നൊരു പൈപ്പ് ഉണ്ടാവും പുറത്തേക്ക് പോകാനായിട്ട്. ഇവർ ഈ പൈപ്പ് അങ്ങ് ബ്ലോക്ക് ചെയ്തിട്ട് ഇതിനകത്ത് വെള്ളം നിറച്ചിടും. പക്ഷെ അത് വാസ്തുപ്രകാരം കറക്റ്റ് അല്ല. ഇനി മറ്റു ചിലർ എന്ത് ചെയ്യും, ഇവിടെ മഴവെള്ളം ഒന്നും വീഴില്ല, പക്ഷെ സെൻട്രൽ പോയിന്റിൽ വെള്ളം നിറച്ചിട്ടിട്ട് ഇതിനകത്ത് മീൻ വളർത്തുന്നവരുണ്ട്. ഇതിനകത്ത് സ്വിമ്മിംഗ് പൂൾ ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ട്. ഇതൊക്കെ വളരെ വലിയ വാസ്തുദോഷങ്ങളാണ്. സ്വിമ്മിംഗ് പൂൾ ചെയ്തിട്ടുള്ളവർക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ് റിസൾട്ട് അവരുടെ ജീവിതത്തിൽ വന്നിട്ടുമുണ്ട്. അങ്ങനെയുള്ള വീടുകളും വ്യക്തികളെയൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇവിടെ ഇത്തരത്തിൽ വെള്ളം കെട്ടിച്ച് നിർത്താൻ പാടില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് പെബിൾസ് ഇട്ട് നിറയ്ക്കുന്ന ഒരു രീതിയുണ്ട്, അതും ഫെങ്ഷു പ്രകാരം പാടില്ല. അപ്പോൾ ബ്രഹ്മസ്ഥാനം വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ ചിലർക്ക് ഒരു സംശയമുണ്ട്, ബ്രഹ്മസ്ഥാനത്ത് പൂജാമുറി ചെയ്യാവുന്ന സംശയമുണ്ട്. ഒരു കുഴപ്പമില്ല, ബ്രഹ്മസ്ഥാനത്ത് പൂജാമുറി ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ബ്രഹ്മസ്ഥാനം വളരെയധികം ശ്രദ്ധിക്കുക. സ്റ്റെയർ കേസിന്റെ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മെയിൻ ഡോറിൽ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണാൻ പാടില്ല. ഇത് ചില വീട്ടുകളിൽ ചെന്ന് പറയുമ്പോൾ അവർ പറയുന്ന, സാറേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റിലല്ല സ്റ്റെയർ നിൽക്കുന്നത്, ഒരല്പം മാറിയിട്ടാണ് സ്റ്റെയർ നിൽക്കുന്നതെന്ന് അവർ പറയുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സ്റ്റെയർ വന്നൂടാ എന്നല്ല പറഞ്ഞത്. പ്രധാന ഡോറിൽ നിന്നും വീടിനുള്ളിലേക്ക് നോക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത്തരം വീടുകളിൽ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസിനും സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീടിന്റെ ബ്രഹ്മസ്ഥാനം വളരെയധികം ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ആ ഭാഗത്ത് വരാതെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പുതിയ വീടുകൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മസ്ഥാനത്ത് പിരമിഡ് വാസ്തു എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. അത് അതിൻ്റെതായിട്ടുള്ള ചില പ്രത്യേക രീതികളിൽ പിരമിഡും മറ്റ് ചില ടൂളുകളും കൂടെ ഉപയോഗിച്ച് ആ ഭാഗം എനർജൈസ് ചെയ്യുകയാണെങ്കിൽ വീടിന്റെ വാസ്തുദോഷങ്ങൾ മാറാനും നല്ലൊരു റിസൾട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. വീട് വെച്ചവർ തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഈ വീടിന്റെ ബ്രഹ്മസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പിരമിഡുകൾ സ്ഥാപിക്കുന്നുണ്ട്. വളരെ വലിയ റിസൾട്ടാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോവാം. ഇത് ഡ്രാഗൺ ടട്ടിൽ എന്ന് പറയുന്നിട്ടുള്ള ഒരു ടൂൾസ് ആണ്. തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി 2026 സംബന്ധിച്ചിടത്തോളം വീടിന്റെ സെൻട്രൽ ഭാഗത്ത് ഇത് വയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നോർത്ത് ഭാഗത്ത് ഇത് വെക്കുന്നതും തൊഴിലിന് നല്ലതാണ്.
വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികളിൽ നിന്നും വീടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാന വാതിലിന് മുകളിലായിട്ട് ഇത്തരത്തിലുള്ള ബാക്കോ മിററുകൾ സ്ഥാപിക്കാവുന്നതാണ്. ബാക്കോ മിററിന്റെ ലെഫ്റ്റും റൈറ്റും ഫ്യൂഡോക്സ് സിമ്പിൾസ് വെക്കാവുന്നതാണ്. ഇതാണ് ഫ്യൂഡോക്സിന്റെ സിമ്പിൾസ്, അതിന്റെ ലെഫ്റ്റും റൈറ്റും വെക്കാവുന്നതാണ്. ഇനി കപ്പിൾസിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് സൗത്ത് വെസ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് മാൻഡേരിയൻ ഡക്കിന്റെ സ്റ്റാച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.